പ്രൈസ് ലോ കർത്താവിൻ്റെ ധന്യപരനാമം ഈ രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണാപ്രമേശത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ഉപവാസം ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനാ സഹായികൾക്കും അഭ്യുദയകാംക്ഷകൾക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ ചേർന്ന് ഉപവസിക്കുവാൻ കർത്താവ് നമുക്ക് കഴിയുന്ന ശേഷം 72 ഫാമിലീസ് ഒരുമിച്ച് പല രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഉപവസിപ്പാൻ കർത്താവ് പ്രവർത്തിക്കുന്നു. എല്ലാ ദിവസവും മോർണിംഗിൽ 4 തൊട്ട് 5 വരെയുള്ള സമയത്ത് സ്തോത്രം മോർണിംഗ് ഡിവോഷനായിട്ട് കൂടി വരുവാൻ കർത്താവിനെ സ്തുതിപ്പാൻ അനേക വിഷയങ്ങൾ മധ്യസ്ഥ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ നമുക്ക് ഒരാഴ്ച പോകാനുള്ള ദൈവന സന്ദേശം കർത്താവ് നൽകുവാൻ കർത്താവിടെയായി അനേക പ്രിയപ്പെട്ടവർ ദൂത് ശ്രമിച്ച് അന്ത്യക്കൊള്ളുവാൻ്റെയായി നിന്ന് പലരും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഈ ആഴ്ചയിൽ കർത്താവ് ജനത്തിന് ദൂത് എന്താണെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധമായി ഓർപ്പിച്ച ദൈവന് വെളിപ്പാട് നിങ്ങൾക്കായി പ്രദാനം ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനങ്ങൾ 69 സങ്കീർത്തനം 20 വാക്യം ഇവിടെ വളരെ ദീർഘമായ ഒരു വാക്യമാണ്. അതിനകത്ത് ദൂതിനാസ്പദമായ വാക്യം, വല്ലവനും ആശ്വസിപ്പിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല എന്നുള്ളതാണ് സ്തോത്രം. ആശ്വാസം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് അവിടെ കാണുവാൻ ഇടയാകുന്ന സ്തോത്രം. ഇന്ന് രാവിലെ നിങ്ങൾക്കായിട്ട് നൽകുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ഫലപ്പെടുത്തി ദൂതിൻ്റെ തലക്കെട്ട് പറയുന്ന സ്തോത്രം, ഹൂ വിൽ ഗെറ്റ് കംഫർട്ട് എന്നുള്ളതാണ്. ആർക്കാണ് ആശ്വാസം ലഭിക്കുന്നത് സ്തോത്രം? ആശ്വാസം ആർക്കാണ് ദൈവം നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് പരിശുദ്ധാത്മാവ് സ്തോത്രം ഇന്ന് രാവിലെ നമുക്കായി നൽകുവാനായിട്ട് ഇടയാകുന്ന സ്തോത്രം ചെയ്യുന്നു. ആശ്വാസം എന്ന വാക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരാശ്വാസം തന്നെയാണ് സ്തോത്രം. ഇന്ന് പല വിഷയങ്ങളിൽ നിറയും ഭാരപ്പെടുകയും ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവർ നമുക്ക് ഭവനങ്ങളിലും സമൂഹങ്ങളിലും സ്തോത്രം ഉറ്റവരിലും ബന്ധുക്കളെല്ലാം കാണുവാനിടയാകും സ്തോത്രം. ഒരാശ്വാസത്തിന് വേണ്ടി കൊതിക്കുന്നവർ പല സ്ഥലങ്ങളിൽ പല പുണ്യസ്ഥലങ്ങളിൽ കടന്നു പോകുന്നവർക്ക് എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ആശ്വാസം ലഭിക്കുന്നത്? ആരാണ് ആശ്വാസം നൽകുന്നത് സ്തോത്രം? എത്ര നാളത്തേക്കുള്ള ആശ്വാസമാണ്? ഇങ്ങനെ ഈ ടോപ്പിക്ക് വളരെ വിശാലമായ വിശുദ്ധർമ്മനെ പഠിപ്പിച്ചത് ഈ രാവിലെ നിങ്ങൾക്കായി പകർന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് സ്തോത്രം. ഒന്നാമത്, ആശ്വാസം നൽകുന്ന ദൈവം ആരാണ് സ്തോത്രം? 2 കൊരിന്ത്യൻസ് 1 അധ്യായം 6-7 വാക്യങ്ങളിൽ അവിടെ കാണുവാൻ 3 വാക്യത്തിൽ കാണുവാൻ ഇടയാകുന്നത് സർവാശ്വാസം നൽകുന്ന ദൈവമാണ് സ്തോത്രം. സർവാശ്വാസത്തിനും ഉറവിടമായ ഒരു ദൈവമുണ്ട് സ്തോത്രം. അവൻ്റെ തുടക്കത്തിൽ 3 വാക്യം വായിക്കുമ്പോൾ അവൻ മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവം എന്നാണ് നമ്മുടെ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പുതിയമത്തിൻ്റെ പേരെന്ന് പറയുന്നത്. സ്തോത്രം ചെയ്യുകയാണ്. അവന് എന്നോട് മനസ്സലിയുന്നവനാണ് സ്തോത്രം. അവൻ്റെ പക്കൽ എല്ലാ ആശ്വാസത്തിൻ്റെ ഉറവിടം അവൻ്റെ പക്കൽ തന്നെയാണ്. ആ ദൈവത്തിൻ്റെ പാതപടിയാണ് നാം ചേർന്ന് വന്ന് സ്തോത്രം ആശ്വാസം പ്രാപിപ്പാനായിട്ട് അടുത്തു വരുന്ന സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വല്ലവനും ആശ്വസിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നതാണ് സ്തോത്രം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആശ്വാസത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആശ്വാസം പകരുവാൻ അവൻ ശക്തനായ ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ് അവൻ ആശ്വാസം നൽകുന്നത് സ്തോത്രം? ഒന്നാമത് മത്തായി സുവിശേഷം 5 അധ്യായം 4 വാക്യത്തിലും ദുഃഖിക്കുന്നവർക്ക് അവൻ ആശ്വാസം നൽകുന്നതാണ് സ്തോത്രം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഏതെങ്കിലും ദുഃഖകരമായ വിഷയത്തിൽ കൂടെ നീ കടന്നു പോകുന്നെങ്കിൽ നിന്റെ മനോദുഃഖമായിട്ടോ സ്തോത്രം ഏതെങ്കിലും നിലയിൽ ദുഃഖമുള്ള വ്യക്തിയായിട്ട് ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് നീ ഭാരപ്പെട്ട നിനക്ക് ആശ്വാസം തരുവാനായിട്ട് യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് ഓർപ്പിക്കുന്നത് മത്തായി സുവിശേഷം 12 അധ്യായം 22 വാക്യത്തിൽ ഓർപ്പിക്കുന്നത്, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരുമെന്നാണ് സ്തോത്രം. ഐ വിൽ ഗീവ് യു റെസ്റ്റ് എന്നാണ് അവിടെ യേശു കർത്താവ് പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതും സ്തോത്രം. ജീവിതത്തിലെ വർഷങ്ങളായിട്ട് അധ്വാനിച്ച് ഭാരം ചുമന്ന് ഒരാശ്വാസവും പ്രാപിപ്പാൻ പറ്റാതെ നിരാശയിൽ കഴിയുന്ന ധാരാളം വ്യക്തികൾ ഞാൻ കണ്ടുമുട്ടാറുണ്ട് സ്തോത്രം. അവരെ എല്ലാ പരിശ്രമം അവസാനിക്കുമ്പോൾ പിന്നെ ഒരു ദിവസം എടുക്കൽ കടന്നു പ്രാർത്ഥിച്ചാൽ ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞ്
എന്നെ സമീപിച്ച അനേക വ്യക്തികളോട് ഇന്ന് രാവിലെയും ഒരു പ്രിയ സഹോദരൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത ഒരു സഹോദരനെ പ്രാർത്ഥിച്ച് ദൈവം നൽകിയ വിടുതലിന് നന്ദി പറയാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു മെസ്സേജ് രാവിലെ ഒരാൾ അയക്കുവാൻ കർത്താവിടയാക്കി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അധ്വാനങ്ങൾക്കോ സ്തോത്രം നിങ്ങളുടെ ഭാരം ചുമക്കുന്നതിനോ പറ്റിയ നിലയിൽ ആശ്വാസം ലഭിക്കാൻ കഴിയുന്നില്ല എങ്കിൽ യേശു പറയാണ്, ഐ വിൽ ഗീവ് യു റെസ്റ്റ്, ഞാൻ നിനക്ക് ആശ്വാസം തരും. മൂന്നാമത് ഓർപ്പിക്കുന്നത് 2 തെസ്സലോനി 1:8 വായിക്കുന്നു, പീഡ അനുഭവിക്കുന്നവർക്ക് അവൻ ആശ്വാസം നൽകുന്നു. പീഡ അനുഭവിക്കുന്നവർക്ക് അവൻ ആശ്വാസം സ്വന്തം. ഏതെങ്കിലും മാനസിക പീഡനത്തിലോ സാമ്പത്തിക പീഡനത്തിലോ ശാരീരിക പീഡനത്തിലോ നീ തുടരുന്നു, എനിക്കൊരാശ്വാസം കിട്ടാൻ വഴിയില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ തുടരുന്ന വ്യക്തിയോട് കർത്താവ് പറയുന്നു, നിന്റെ പീഡയ്ക്ക് ഹല്ലേലൂയ ദൈവം ഒരാശ്വാസം തരുവാൻ താല്പര്യപ്പെടുകയാണ്. പീഡ അനുഭവിക്കുന്നവർക്ക് അവൻ ആശ്വാസം നൽകും. നാലാമത് ചിന്തിക്കുമ്പോൾ സ്തോത്രം നമുക്ക് മനസ്സിലാകുന്നത് 2 കൊരിന്ത്യൻസ് 1:6-7 കാണുന്നത്, കഷ്ടതയിൽ ഇരിക്കുന്നവർക്ക് ആശ്വാസം, കഷ്ടങ്ങളിൽ അവന് ആശ്വാസം പകരുമെന്നാണ്. ആ അധ്യായം പഠിക്കുമ്പോൾ 10 പ്രാവശ്യം ആശ്വാസം എന്ന വാക്ക് ആവർത്തിച്ചിരിക്കുന്ന അധ്യായമാണ് ഈ 2 കൊരിന്ത്യൻസ് 1 എന്ന് പറയുന്ന സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ കഷ്ടതയിൽ മറ്റാരെയുള്ള ആശ്വാസങ്ങളെക്കാൾ ആശ്വാസം തരുവാൻ എൻ്റെ യേശു ശക്തനാധികമാണ് സ്തോത്രം. അഞ്ചാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ മത്തായി 18:27 വലിയ കടഭാരത്തിൽ ഭാരപ്പെട്ട ഒരു വ്യക്തിക്ക് തൻ്റെ യജമാനനെ അപ്രോച്ച് ചെയ്തപ്പോൾ യജമാൻ അവന് കടം ഇളച്ചു കൊടുക്കുവാനായിട്ടിടയായി സ്തോത്രം. കടം ഇളച്ചു കൊടുത്തപ്പോൾ അവൻ വലിയ ആശ്വാസം പ്രാപിപ്പാനിടയായി സ്തോത്രം. അപ്പോൾ അഞ്ചാമത് ഉറപ്പ് എന്താണ്? സാമ്പത്തിക പ്രശ്നത്തിൽ കടഭാരങ്ങളിലും നട്ടം തിരിയുന്ന നിനക്ക് ഈ ദൂത് കേട്ട് കഴിയുമ്പോൾ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിനക്കൊരു ആശ്വാസം തരുവാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം. ഇന്ന് രാവിലെ പരിശുദ്ധമ ഉറപ്പിക്കുന്ന ഈ 5 വിധത്തിലുള്ള വിഷയങ്ങളിൽ ഭാരപ്പെട്ടായിരിക്കുന്ന ഏത് വ്യക്തിയും യേശുവിനെ വാസ്തവമായി സമീപിക്കുമ്പോൾ, യേശുവിലേക്ക് അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ അവൻ ആശ്വാസം പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ആശ്വാസം വല്ലപ്പോഴും അല്ലെ കുറച്ച് സമയത്തെ തരുമെന്നല്ല. അപ്പോസ്തലർ 3:19 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുകയാണ്, ഈ ആശ്വാസം ഒരു ദിവസത്തേക്ക് 2 ദിവസമല്ല, ഒരു സീസൺ മുഴുവൻ ഒരാശ്വാസകാലം നിനക്ക് വേണ്ടി കൽപ്പിക്കാനായിരിക്കുന്നു. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട തിരിയേണ്ട പോലെ ദൈവത്തിനെ തിരിയുവാനായിട്ട് നീ തയ്യാറാകുമെങ്കിൽ നിനക്കൊരു ആശ്വാസകാലം തരുവാൻ ഇനിയുള്ള തുടർന്ന നാളുകളിൽ തുടർന്നുള്ള മാസങ്ങൾ ഒരാശ്വാസകാലമായിട്ട് നിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനാണ് യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആശ്വാസകാലം കിട്ടേണ്ടതിന് നിങ്ങൾ ഈ കേട്ടവൻ നിമിത്തം സ്തോത്രം മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട കർത്താവിലെ തിരിയുന്നുവെങ്കിൽ ഒരാശ്വാസകാലം കൽപ്പിക്കുമെന്നാണ് ഇരിക്കുന്ന സ്തോത്രം. ഈ ഭൂമിയിലെ ആശ്വാസകന്മാരെല്ലാം യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 16 വായിക്കുമ്പോൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാറുകയാണ്. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തെ യെശയ്യാ 40:1 വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നതാണ്. ഇന്ന് രാവിലെ ദൂതനുഭാഗം സമർപ്പിക്കുന്ന മാന്യ സഹോദരി, നിന്റെ മേൽ ആശ്വാസം തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആർക്കാണ് ആശ്വാസം ലഭിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ, ഒന്നാമത് നിന്റെ ദുഃഖവേളയിൽ നിനക്ക് ആശ്വാസം പകരുവാൻ ദൈവം ശക്തനാണ്. രണ്ടാമത് സ്വതം നിന്റെ അധ്വാനത്തിന്മേൽ നീ ചുമക്കുന്ന ഭാരത്തിന്മേൽ അതിൽ നിനക്കൊരു ആശ്വാസം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമത് സ്വതം പീഡ അനുഭവിച്ച് മുൻപോട്ട് പോകുന്നതിൻ്റെ പീഡനകാലത്തിൽ നിന്ന് നിനക്കൊരു ആശ്വാസം തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നാലാമത് കഷ്ടതയുടെ ആധിക്യത്തിൽ കൂടി മുൻപോട്ട് കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിനക്കൊരു ആശ്വാസം ലഭിക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ നിനക്കൊരു ആശ്വാസം തരുവാൻ ദൈവം ആഗ്രഹിക്കുക. അഞ്ചാമത് സാമ്പത്തിക പ്രശ്നത്തിൽ നട്ടം തിരിയുന്നതിൻ്റെ മേൽ ഒരാശ്വാസകാലം കൽപ്പിക്കുവാൻ, നിന്റെ കടങ്ങൾ ഇളച്ചു തന്ന ആശ്വാസകാലം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ രാവിലെ ദൂതനുഭാഗം സമർപ്പിക്കുന്ന നിന്റെ മേൽ ഈ ദൈവകരം രാവിലെ വ്യാപരിക്കുകയാണ് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ രാവിലെ ആശ്വാസം എവിടെ നിന്ന് കിട്ടുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവേ അങ്ങയുടെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആശ്രയിച്ചു വരുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകുമെന്ന് നിന്റെ വനത്തുണ്ടല്ലോ, അത് നിന്റെ മക്കൾ അനുഭവിക്കട്ടെ. ഈ ദൂതനുമായി സമർപ്പിക്കുന്ന വ്യക്തികളുടെ മേൽ ദൂത് കേട്ട് കഴിയുമ്പോൾ തന്നെ
ഒരാശ്വാസം ലഭിക്കുവാൻ, ഹല്ലേലൂയ, ഒരു സ്വസ്ഥത ഉണ്ടാകുവാൻ, ഹല്ലേലൂയ, അത് ആശ്വാസ കാലങ്ങളായി മാറുവാൻ സ്വർഗ്ഗമിടയാക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധനാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ഒരാഴ്ച ആശ്വാസകാലമായി, ആഴ്ചയായി, അതിന് ആരംഭം കുറിക്കുന്ന ആഴ്ചയായി മാറട്ടെ എന്ന് ആത്മാവിൽ കൽപ്പിക്കുന്നു. പ്രാർത്ഥനകളായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.